ആദ്യമായി ഒരു തടവ് പുള്ളിയോട് ജീവിതത്തിൽ സംസാരിക്കാൻ സാധിച്ചത് 2008 ജൂൺ മാസത്തിലായിരുന്നു. തീയതിയും വർഷവും കൃത്യമായി ഓർത്തുവെക്കാനുള്ള കാരണം 2008 യൂറോ കപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ സ്പെയിൻ തങ്ങളുടെ ടിക്കി ടാക്ക ശൈലി ലോകത്തിന് പരിചയപ്പെടുത്തി ജർമ്മനിയെ കീഴടക്കുന്ന സമയത്തായിരുന്നു എന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ദുബൈ അവീർ സെൻട്രൽ ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് അവിടെ ഭക്ഷണമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ അനുവാദത്തോടെ അന്ന് സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു. 5:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ബ്രെഡ് കിട്ടും, ജാം കിട്ടും, കറി ഒരു ദിവസം ഓരോന്നാണ്. ഒരു ദിവസം മുട്ടയാണെങ്കിൽ പിറ്റേ ദിവസം ജാം ആയിരിക്കും, അതിന്റെ അടുത്ത ദിവസം പൂലായിരിക്കും. ജയിലാന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. യൂറോ കപ്പ് പതിവായി കാണുന്നുണ്ടെന്നും ഇടയ്ക്കിടെയെല്ലാം സുഹൃത്തുക്കളെ വിളിക്കാറുണ്ടെന്നും നന്നായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് തടിയൽപ്പം കൂടിയെന്നെല്ലാം കേട്ടപ്പോൾ ഞാൻ സ്വാഭാവികമായി ചോദിച്ചുപോയി, ചുരുക്കി പറഞ്ഞാൽ ഒരു നിർബന്ധിത സുഖവാസമാണല്ലേ എന്ന്. കടം വീട്ടാനും കേസ് നടത്താനുമായി കിടപ്പാടം വരെ വിറ്റപ്പോൾ പ്രായമായ മാതാവും ഭാര്യയും മക്കളും തെരുവിൽ ആയതോർത്തോ 7 വർഷമായി തീ തിന്നു കഴിയുന്ന ആ യുവാവിന്റെ മറുപടി കേട്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു. മോളുണ്ട്, മോക്കിപ്പോ 10 വയസ്സായി. ഞാൻ മോളെ 3 വയസ്സിൽ കണ്ടിട്ട് വന്നതാണ്. എനിക്കിതുവരെ പിന്നെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. മോളെ വിളിക്കുമ്പോഴൊക്കെ എന്നാ വരുന്നതെന്ന് ചോദിക്കുക, അതിന്റെ ഒരു മറുപടിയില്ല എനിക്ക്. ഇപ്പൊ സ്കൂള് തുറക്കാറായി, ഇനി എപ്പോഴാ മോളെ കാണുന്നതെന്ന് അറിയത്തില്ല. മോൾ 5-ലായി. ഇനി 5-ലും ഒരു മോളെന്നെ മറന്നിട്ടുണ്ടാവുന്നില്ല, എനിക്കറിയില്ല. ആ ഒരു വിഷമമാണ് ഏറ്റവും കൂടുതൽ. ഇത് 6 വർഷം മുമ്പുള്ള കഥ. ഇക്കാര്യം ഇപ്പോൾ ഓർക്കാൻ ഇടയാക്കിയത് ഇന്നലെ തന്നെ കിട്ടിയ മറ്റൊരു ഫോൺ കോൾ. അതേ അവീർ സെൻട്രൽ ജയിലിൽ നിന്നും മറ്റൊരു തടവുകാരനാണ് ഇന്നലെ വിളിച്ചത്. മയക്കുമരുന്ന് കടത്തുകാരുടെ കുതന്ത്രത്തിൽപ്പെട്ട് ജയിലിനുള്ളിൽ ആയുസ്സെണ്ണി കഴിയുന്ന നിരപരാധികളെ കണ്ട കാര്യം ഓർമ്മപ്പെടുത്താൻ. ഒരു തെറ്റും ചെയ്യാതെ ആരുടെയൊക്കെയോ അത്യാർത്തിക്ക് ഇരകളായി മലയാളി ചെറുപ്പക്കാർ ഇപ്പോഴും ഗൾഫിലെ ജയിലുകളിൽ എത്തിപ്പെടുന്നുവെന്ന കൺമുന്നിൽ കണ്ട കാഴ്ച നമ്മയെല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ക്ലീറ്റസ് ഇന്നലെ വിളിച്ചത്. ഞാനിവിടെ ഒരു തടവുകാരനായിട്ട് കിടക്കുന്ന റേഡിയോ കൂടി പറഞ്ഞു, ഇത് ഞാൻ കേട്ടായിരുന്നു. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ടെക്സ്റ്റ് കൊണ്ടിരുന്നില്ല സാറേ. ഇതിപ്പോ ഞാൻ വിളിച്ചു പറയാൻ കാരണം നമ്മൾ ഈ ദുബൈ സെൻട്രൽ ജയിലിൽ തന്നെ ഇതേപോലെ ഒരുപാട് മലയാളികളും വന്ന് അകപ്പെട്ട് 25 വർഷം ജയിൽ ശിക്ഷ കിട്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 25 വർഷമാണ് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് പറ്റിച്ച് ഓരോന്ന് കൊടുത്തേക്കുകയും അതുപോലെ തന്നെ ചില ആൾക്കാർ അവിടെ നിന്ന് ഗുളികളാണെന്ന് പറഞ്ഞു, ഇവിടെ എനിക്ക് വേദനയ്ക്കുള്ള ഗുളികളാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എയർപോർട്ടിൽ വെച്ച് പിടിച്ച് 25 വർഷം കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ജനങ്ങളൊന്നും ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ന്യൂസ് കേട്ടതുകൊണ്ടാണ് ഞാനിപ്പോ സാറിനെ വിളിച്ചത് പറയുന്നത്. ഇവിടെ ചില ഗുളികൾക്ക് ഇവിടെ ഇതാണ് വിലക്കുണ്ട്, പക്ഷെ അതൊക്കെയാണ് ഇവിടെ നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്, അറിയാതെ കൊണ്ടുവരുന്നതാണ്. ആ ഗുളികൾ എന്തൊക്കെയാണെന്ന് പോലും അവർക്ക് പോലും പേര് പോലും അറിയില്ല, പക്ഷെ അതിനൊക്കെ ഇവിടെ വിലക്കുള്ളതാണ്. അതിവിടെ എയർപോർട്ടിൽ ചെക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ കേസ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിനൊക്കെ ചില മരുന്നുകൾക്ക് ഇവിടുത്തെ ഇത് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കൊടുക്കാൻ പാടില്ല, പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ബില്ലില്ലാതെ ചില മരുന്നുകൾ നമ്മുടെ ഫാർമസിസ്റ്റ് കൊടുത്തു, അങ്ങനെ അവർ ചെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് പിടിച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് 25 വർഷം. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണുമല്ലോ. വടകര നെട്ടൂർ സ്വദേശി ഷാഹിദിന്റെ പക്കൽ മയക്കുമരുന്ന് തുന്നിപ്പിടിപ്പിച്ച ജീൻസ് പാന്റ് ലഭിച്ച കാര്യം ഇന്നലെ ഹിറ്റ് FM റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഷാഹിദിനൊപ്പം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഗഫൂറിന് കൊടുക്കാൻ വേണ്ടിയാണ് ഗഫൂറിന്റെ ബന്ധുക്കൾ 2 അച്ചാർ പാക്കറ്റും 2 ജീൻസ് പാന്റും അടങ്ങുന്ന പാഴ്സൽ ഷാഹിദിന്റെ പക്കൽ നൽകിയത്. 4 ആഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് പാന്റിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് കടത്താൻ ശ്രമിച്ച സംഭവം വാർത്തകളിൽ കേട്ടതിനാൽ ഷാഹിദിന്റെ വീട്ടുകാർ ആ അച്ചാർ പാക്കറ്റും ജീൻസും വിശദമായി പരിശോധിച്ചു നോക്കി. ബാക്കി കഥ ഷാഹിദിന്റെ ബന്ധുവും ഹിറ്റ് FM ശ്രോതാവുമായ ഷംസീർ വിശദീകരിച്ചു. അങ്ങനെ അവിടുന്ന് അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൽ 2 കുപ്പി അച്ചാറും 2 ജീൻസ് പാന്റും വരുന്നുള്ളത്. അതിലൊന്നും കാണാനുമില്ല. അങ്ങനെ ലാസ്റ്റ് നല്ലോണം പാന്റ് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മളെ ജീൻസ് വേസ്റ്റ് ടൈറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മളെ ബെൽറ്റ് ഉപയോഗിക്കുന്നത്, അതിന് ലേശം തിക്നെസ് കൂടുതൽ. അങ്ങനെ നോക്കിയപ്പോൾ അത് അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഡ്രഗ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് സംഭവം. ഈ 2 പാന്റിന്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അതാണ് അത്രയും വിശ്വാസം. നമ്മൾ ഇപ്പൊ ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നുള്ള പറയാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല, ഞാൻ നിങ്ങളെ വിശ്വസിച്ചൊരു സാധനം കൊണ്ടുവരും, അതിന്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടുവരുമെന്ന് ആലോചിക്കാൻ തന്നെ. ഞാൻ ഇന്നലെ രാത്രിയാണ് സംഭവം പറഞ്ഞത്, ഉറങ്ങാൻ വരെ പറ്റില്ല. കാരണം അത്രയും വലിയ ടെൻഷനായി പോയി. കാരണം ഇത് ഒരു വല്ലാത്തൊരവസ്ഥയായി പോയില്ലേ. ഇത് എല്ലാം അവര് കൊടുത്തായിക്കോട്ടെ, സമ്മതിച്ചിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ കൊടുത്ത് നമ്മളിതൊന്നും അറിയാണ്ട് പോയി കുടുങ്ങി ഇയാളെ രക്ഷിച്ചു കൊണ്ടുവരാൻ വരെ അത്ര കഷ്ടപ്പാടുള്ള കുടുംബം. ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഭാര്യ ഗർഭിണിയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സംവിധാനം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുമല്ലാണ്ടായി പോലെ ഇത്രയും കാര്യങ്ങൾ. പ്രായമുള്ള ഉമ്മ ഉണ്ട്. ജനങ്ങളൊന്നും ആലോചിക്കും ഇങ്ങനെ ചെയ്യുമോ. ഇതിനായിട്ട് നടക്കുന്ന ടീമുണ്ട്, അവരെടുത്ത് അവർ കൊടുത്തയച്ചോട്ടെ. അല്ലെ ഞാൻ പറയാണ്, നമ്മളെ പോലത്തെ ഒന്നും അറിയാത്ത കുടുംബത്തിന്റെ അടുത്ത്, ഒന്നും അറിയാത്ത ആളെ അടുത്ത് കൊടുത്തയച്ചിട്ട് നമ്മളിന് പിന്നെ
പിന്നെ നമുക്ക് ഒന്നും അറിയുന്നില്ലല്ലോ അവരെവിടെ എങ്ങനെയൊന്നും അറിയാം. കഴിഞ്ഞ മാസം കൊല്ലത്ത് താജുദ്ദീൻ കുവൈറ്റിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് സുഹൃത്ത് തേങ്ങാ ചമ്മന്തിയുമായി വന്നത്. ലഗേജ് കെട്ടുന്ന സമയത്ത് തേങ്ങാ ചമ്മന്തിയുടെ പാക്കറ്റ് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് 1 കിലോ കഞ്ചാവ്. ഷാഹിദിന്റെ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള നടുവന്നൂരിൽ രജീഷിന്റെ പക്കൽ ലഭിച്ചത് 3 ജീൻസ് പാന്റുകളായിരുന്നു. ലഗേജിന്റെ ഭാരക്കൂടുതൽ കാരണം ജീൻസ് പാന്റിന്റെ പാക്കറ്റ് എടുക്കാതെ പോയതിനാൽ രജീഷ് രക്ഷപ്പെട്ടു. ഈ 3 ജീൻസ് പാന്റിന് വേണ്ടി ഗൾഫിൽ നിന്നും തുരുതുര ഫോൺ കോൾ വന്നപ്പോൾ വീട്ടുകാർക്ക് സംശയമായി. തുടർന്ന് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ലക്ഷങ്ങൾ വില വരുന്ന, പിടിക്കപ്പെട്ടാൽ തല പോകുന്ന അത്രയും തൂക്കം ബ്രൌൺ ഷുഗർ. പോലീസ് അന്വേഷണം തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ രജീഷിന്റെ പക്കൽ പാന്റ് നൽകിയ വടകര സ്വദേശി ശ്രീജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. മരുന്ന് കടയിൽ പതിവായി വരുന്ന കസ്റ്റമർ ഒരു ദിവസം ഡോക്ടറുടെ കുറിപ്പ് മറന്നുവെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് കഫ് സിറപ്പ് നൽകിയതിന്റെ പേരിൽ 10 വർഷ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ദുബൈയിലെ പ്രമുഖ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്ന തോമസ്. കഫ് സിറപ്പ് നൽകിയതിന് പോലും കഠിന ശിക്ഷ കിട്ടുന്ന നാട്ടിൽ കിലോ കണക്കിന് കഞ്ചാവുമായി വിമാനമിറങ്ങുകയും നേരെ ജയിലിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് തലവെട്ടിയുള്ള വധശിക്ഷയ്ക്ക് വിധേയനാകപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. അയൽവാസിയുടെയോ സുഹൃത്തിന്റെയോ സഹപ്രവർത്തകന്റെയോ മാതാപിതാക്കൾ കൊടുത്തുവിട്ട ചമ്മന്തി പാക്കറ്റിലുണ്ടായിരുന്നത് തന്റെ കൊലച്ചോറായിരുന്നുവെന്ന് പാവം ചെറുപ്പക്കാരൻ തിരിച്ചറിയുമ്പോഴേക്കും അവന്റെ കുടുംബവും നാട്ടുകാരും മക്കളും വരെ അവന് വെറുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച് കഴുമരത്തിൽ തൂങ്ങേണ്ടി വന്ന സാമൂഹ്യ വിരുദ്ധനായി അവന്റെ പെറ്റമ്മ പോലും അവനെ മുദ്രകുത്തി കഴിഞ്ഞിരിക്കും. ഷാഹിദിനും രജീഷിനും താജുദ്ദീനും ഭാഗ്യമുണ്ട്. അവരുടെ അത്ര ഭാഗ്യമില്ലാതായി ചെയ്യാത്ത കുറ്റത്തിന് ഗൾഫിലെ തടവറകളിൽ നാളുകൾ എണ്ണിക്കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഈ വാർത്ത കേട്ട് ഇപ്പോൾ കണ്ണു നിറയ്ക്കുന്നതാകും. നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. കാരണം നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ മയക്കുമരുന്ന് കടത്തിയ കൊടും കുറ്റവാളികൾ മാത്രമാണ്.